ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ മിൽക്ക് ഷേക്കാണ്. വേറൊന്നുമല്ല, അമൃതം പൊടി ഉപയോഗിച്ചിട്ടുള്ള മിൽക്ക് ഷേക്കാണ്. ഈ ചൂടത്തൊക്കെ കുട്ടികൾക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ കിടിലൻ ഷേക്കാട്ടോ. നമുക്ക് എങ്ങനെ ഈ ഷേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അമൃതം പൊടി എടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ അമൃതം പൊടി എടുത്തിട്ടുണ്ട്. അംഗൻവാടിയിൽ നിന്ന് കുട്ടികൾക്കൊക്കെ കിട്ടുന്നതല്ലേ അമൃതം പൊടി. 3 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്കൊക്കെ കിട്ടും കേട്ടോ അമൃതം പൊടി. അപ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഈ അമൃതം പൊടി. അപ്പോൾ ഞാൻ ഇതിനെ ഒരു വെസലിലോട്ട് എടുത്തിരിക്കുകയാണ്. ഇതിലോട്ട് ഞാൻ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലോട്ട് വയ്ക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ കുറുക്കിയെടുക്കണം. ഈ അമൃതം പൊടി ഒന്ന് വെന്ത് വരണം നമ്മുടെ മിൽക്ക് ഷേക്കിൽ. അതിന് വേണ്ടിയിട്ടാണ് കുറുക്കിയെടുക്കുന്നത്. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇത്. ഇവിടെ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. വേണമെങ്കിൽ ഒരു 1/2 കപ്പ് കൂടെ അധികം വെള്ളം ഒഴിക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. നമ്മുടെ അമൃതം പൊടി നന്നായിട്ട് തന്നെ കുറുകി വരട്ടെ. ഇങ്ങനെ നന്നായിട്ട് കുറുകി വന്നിട്ടുള്ള അമൃതം പൊടിനെ നമുക്ക് തണുപ്പിച്ചെടുക്കണം. ചൂടൊന്ന് പോയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ പാളങ്കോടൻ പഴം എടുത്തിട്ടുള്ളത്. 3-4 പാളങ്കോടൻ പഴം ചെറുതാക്കിയിട്ട് മുറിച്ചിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം. ഇനി 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. അമൃതം പൊടിയിൽ ഓൾറെഡി കുറച്ച് മധുരം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ 1/2 കപ്പേ ചേർക്കുന്നുള്ളൂ. 1/2 കപ്പ് ഐസ് ക്യൂബ്സ് ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് പാലൊഴിക്കാം. ഇവിടെ ഞാൻ 2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് തണുപ്പിച്ചെടുത്ത് തന്നെയാണ്. തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇനി തണുത്ത പാൽ നമുക്കിതിലോട്ട് ഒഴിക്കാം. 2-3 കപ്പൊക്കെ ഒഴിക്കാം കേട്ടോ. എത്രത്തോളം നമ്മുടെ ഷേക്ക് തിക്നെസ് വേണം, ടേസ്റ്റ് വേണം, അതിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം. ഇത് ഞാൻ നേരത്തെ കുറുക്കി വെച്ചിട്ടുള്ള അമൃതം പൊടിയുടെ മിക്സ് കേട്ടോ. ചൂട് പോയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കണം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇതിന് പകരമായിട്ട് 1-2 ഏലക്ക ചേർത്താലും മതി. നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അമൃതം പൊടി മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു ഡ്രിങ്ക് കേട്ടോ. നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് ഇത്. ഫ്രണ്ട്സ്, നമുക്ക് ഇനി ഇതിനെ സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. ഞാനിവിടെ ജ്യൂസ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുകയാണ്. ഇത് വലിയ ജ്യൂസ് ഗ്ലാസ് ആണ്. 3 ജ്യൂസ് ഗ്ലാസ് മിൽക്ക് ഷേക്ക് ഉണ്ട് കേട്ടോ ഇതിൽ. ഫ്രണ്ട്സ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അമൃതം പൊടിയും പാലും പഴവും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള, അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. കുട്ടികൾക്കെല്ലാം ഈ ചൂടത്ത് സെർവ് ചെയ്യാവുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.